ജലവിഭവ വകുപ്പ് തുടർച്ചയായി ഇറക്കുന്ന ജനദ്രോഹ ഉത്തരവുകൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അറിവോടെയാണോ എന്ന് സംശയിക്കുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. പാറഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന CPM ഇടതു സർക്കാർ ഇറക്കിയ ഈ ഉത്തരവുകളെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കണം. സ്വന്തം സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തിരുത്താൻ നടപടി സ്വീകരിക്കാതെ CPM സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ബിജോ മാണി കുറ്റപ്പെടുത്തി. ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ നടപ്പാക്കിയതിനു പുറമെ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബഫർ സോൺ ഉത്തരവ് വ്യാപിപ്പിച്ച് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ നടപടി സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ ദൌർലഭ്യം രൂക്ഷമാക്കും. കഴിഞ്ഞ ജനുവരി 20-നാണ് ഇത് സംബന്ധിച്ച ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത്. 2021 ഡാം സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ഡാമുകളിലും ഈ ഉത്തരവ് ബാധകമാണ്. കൂടാതെ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ടണൽ, ബണ്ട്, കനാലുകൾ, തടയണകൾ, നദികൾ, അരുവികൾ, തടാകങ്ങൾ, കൈത്തോടുകൾ, കുളം, വാട്ടർ ടാങ്കുകൾ എന്നിവയ്ക്ക് ചുറ്റും ഈ ഉത്തരവ് പ്രകാരം ബഫർ സോൺ വന്നു കഴിഞ്ഞു. 1 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെയാണ് ബഫർ സോൺ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഡാമിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിക്കുമെന്ന് മന്ത്രി പറയുന്നു. എന്നാൽ അശാസ്ത്രീയമായ ഈ നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രിക്ക് പറയാനുള്ളത് വ്യക്തമാക്കണമെന്നും ബിജോ മാണി പറഞ്ഞു. സമരം നടന്ന CPM ആദ്യം ചെയ്യേണ്ട കാര്യം സർക്കാരിനെ കൊണ്ട് ഈ ജനവിരുദ്ധമായ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ്. ഈ ഉത്തരവ് ഇറക്കിയതാരാ? ജലവിഭവ വകുപ്പ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കീഴിലുള്ള ജലവിഭവ വകുപ്പ് ഈ ഉത്തരവിൽ നിന്നും CPM-ന് ഉത്തരവാദിത്തം പറയാൻ കഴിയുമോ? ഇവിടെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവുകൾ ഇറക്കുക, എന്നിട്ട് ഈ ഉത്തരവുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുക, ഈ ഒരു സമീപനമാണ് നമ്മുടെ ജില്ലയിൽ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തുടർച്ചയായി ജലവിഭവത്തിന്റെ തുടർച്ചയായി നമ്മുടെ ജില്ലയെ സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവ് വന്നുകൊണ്ടിരിക്കുക. ഈ റോഷി അഗസ്റ്റിൻ ഈ ഉത്തരവിനെ കുറിച്ച് അറിയുന്നുണ്ടോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം. ജില്ലയിൽ നിലവിൽ ഖനനത്തിന് ഒട്ടേറെ വിലക്കുകളുണ്ട്. ദുരന്ത നിവാരണ നിയമം നടപ്പിലാക്കിയിട്ടുള്ള 13 പഞ്ചായത്തുകളിൽ ഖനനത്തിന് അനുമതിയില്ല. കൂടാതെ CHR-ന്റെ പരിധിയിലുള്ള 26 വില്ലേജുകളിലും ഖനനം പാടില്ല. കൂടാതെ ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണം കൂടി വരുന്നതോടെ ഖനനം പൂർണ്ണമായി തടസ്സപ്പെടും. പാറ ഖനനത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന CPM ഇടതു സർക്കാർ ഇറക്കിയ ഈ ഉത്തരവിനെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കണം. മുൻപ് ബഫർ സോൺ വിഷയത്തിൽ കളക്ടറേറ്റിൽ യോഗം വിളിച്ച് ജനവാസ മേഖലയിൽ 0 ബഫർ സോൺ ആണെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് സ്വന്തം വകുപ്പ് ഉപയോഗിച്ച് കൃഷിഭൂമിയിലേക്ക് ബഫർ സോൺ വ്യാപിപ്പിച്ചത്. സർക്കാർ ഒരു പഠനം നടത്താതെ രഹസ്യമായി ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജില്ലയുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. സ്വന്തം സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തിരുത്താൻ നടപടി സ്വീകരിക്കാതെ CPM സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ബിജോ മാണി കുറ്റപ്പെടുത്തി. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.